ആഗ്രഹിക്കുകയാണ്. ഇനി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ തന്നെ ഈ ഒരു KHRAയുടെ ഭാഗമായ കണ്ണൂരിലെ ഹോട്ടൽ ശൃംഖലയായ A1 ഹോട്ടലിലെ സ്വന്തം പ്രൊഡക്ഷനിൽ ഒരുങ്ങുന്ന പുതിയ മലയാള സിനിമയാണ് ഒരു വടക്കൻ പ്രണയ പർവ്വം. അതിൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രമോഷൻ്റെ ഭാഗമായി ഇവിടെ എത്തിയ അണിയറ പ്രവർത്തകർ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് നമുക്ക് വലിയൊരു കയ്യടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. കുറേയേറെ പേര് നമുക്ക് എല്ലാവർക്കും സുപരിചിതരായ ആർട്ടിസ്റ്റാണ് ഈ വേദിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവരുടെ ഈ സിനിമയുടെ ഒരു വടക്കൻ പ്രണയ പർവ്വം എന്ന മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് പെട്ടെന്നാണ് ഇവരുടെ ഒരു വരവ് നമ്മൾ അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മളൊരു മൈക്ക് കൊടുക്കാൻ പോവാണ്. എല്ലാവരും ഈ ഒരു മൂവിയെ പറ്റി സംസാരിക്കാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുമുള്ളൊരു മൊമെൻ്റാണ്. ഓരോരുത്തരെയായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയായ വടക്കൻ പ്രണയപർവ്വം പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് തിയേറ്ററിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനതിലൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ തിയേറ്ററിലെത്തുമ്പോൾ നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെപ്പോലെ പുതുതായിട്ട് സിനിമയിലേക്ക് വരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പറയാനില്ല, വേണ്ട. ഓക്കെ, ഞാൻ സൂരജിന് ഹലോ. പ്രിയമുള്ളവരെ, നമസ്കാരം. നിങ്ങളുടെ ഏതെങ്കിലും സംസ്ഥാന സമ്മേളനത്തിൽ ഇതിനു മുമ്പേ ഒരു സിനിമയുടെ പ്രമോഷൻ നടന്നിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ? അപ്പോൾ ഒരു നല്ല കയ്യടി. ഹോട്ടൽ അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നിങ്ങളുടെ ഒരു സംസ്ഥാന വേദിയിൽ ഒരു മലയാള സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായി നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നിങ്ങളിൽ ഒരാളാണ് ഞാനും നമ്മളും. കണ്ണൂരിലെ A1 ഹോട്ടലിൻ്റെ ബാനറിലാണ്, A1 സിനി ഫുഡ് പ്രൊഡക്ഷൻസ് എന്ന ബാനറിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വേദി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമാകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് പ്രമോഷൻ കോളേജ് ബേസ് ചെയ്തുകൊണ്ട് തുടങ്ങിയത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായിരുന്നു ഈ വേദിയിൽ നമുക്കും ഒരു സ്ഥാനം വേണമെന്ന്. കാരണം ഹോട്ടൽ മേഖലയിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാനും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഹോട്ടൽ മേഖല എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെതാണ്. ഒരു മനുഷ്യനെ നിലനിർത്തുന്നത് ഭക്ഷണമാണ്. വയറിന്, ശരീരത്തിന് ഭക്ഷണം എന്ന പോലെ നമ്മുടെ മനസ്സിനും ഹൃദയത്തിനുമെല്ലാമുള്ള ഭക്ഷണമാണ് വിനോദവും വിജ്ഞാനവുമെല്ലാം. അതുകൊണ്ടാണ് ഹോട്ടൽ മേഖലയിൽ നിന്ന് നമ്മുടെ മനസ്സിനും ആഹാരമാകുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വക കേരളത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഏതായാലും ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് ആദ്യമേ തന്നെ ഇതിൻ്റെ സംഘാടകരോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരു വടക്കൻ പ്രണയപർവ്വം എന്നത് ക്യാമ്പസ് മൂവിയാണ്, ഒരു ത്രൂ ഔട്ട് ക്യാമ്പസ് മൂവിയാണ്. എന്നുവെച്ച് കോളേജിൽ പഠിച്ചവർക്കും കോളേജിൽ പഠിക്കാത്തവർക്കും കോളേജിൽ പഠനം കഴിഞ്ഞവർക്കും പഠിക്കാനിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ത്രൂ ഔട്ട് ക്യാമ്പസ് മൂവി അണിയറയിൽ ഒരുങ്ങുകയാണ്. ഞാൻ നീട്ടുന്നില്ല. ഈ വേദിയിൽ നമ്മുടെ സിനിമയിൽ പ്രവർത്തിച്ച ഏതാനും ആർട്ടിസ്റ്റുകളും എല്ലാം ഉണ്ട്. ആദ്യമേ ഞാൻ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഞാൻ പരിചയപ്പെടുത്തുന്നതനുസരിച്ച് അവർ നിങ്ങളോട് സംവദിക്കുന്നതായിരിക്കും. ആദ്യമേ തന്നെ നമ്മുടെ സിനിമയിലെ നായകൻ സൂരജ് സൺ. ഇദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള പാടാത്ത പൈങ്കിളി എന്ന സീരിയലിലെ നായകനായിരുന്നു. ഏഷ്യാനെറ്റിൽ ഇന്നും ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സീരിയലിൽ ഒന്നാമതാണ് പാടാത്ത പൈങ്കിളി. അദ്ദേഹം ഇപ്പോൾ സജീവമാണ് സിനിമയിൽ. വടക്കുംനാഥൻ ഒക്കെ സംവിധാനം ചെയ്ത ഷാജൂൺ കാര്യാലിൻ്റെ മൃദുഭാവേ ദൃഢകൃത്യ എന്ന സിനിമയിൽ അദ്ദേഹം നായകനാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായിരിക്കും ഒരു വടക്കൻ പ്രണയപർവ്വം. അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പിന്നെ വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദി കിട്ടിയതിൽ. അതിലെനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് നീട്ടി പറയുന്നില്ലെങ്കിലും ഞാൻ പറയാം. എനിക്ക് അന്നം തന്ന
ഒരു സിനിമ എന്ന് പറയുക ഇത്. കാരണം ഞാൻ പറയാൻ കാരണം എനിക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും വ്യക്തിയാവാം, ഏതെങ്കിലും സാഹചര്യങ്ങളാവാം നമുക്ക് ഒരു മോട്ടിവേഷൻ തരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഭക്ഷണപ്രിയനാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പല ഹോട്ടലും കേരളത്തിന് പുറത്തുള്ള ഹോട്ടലുകളും രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പോയിട്ടുണ്ട്. പിന്നെയും അവിടെ പോയിട്ടുണ്ട്. ചിലപ്പോൾ ഈ കൂട്ടത്തിലുള്ള പലരുടെയും ഹോട്ടലുകളിൽ ഞാൻ വന്നിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ പറയാൻ കാരണം കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് ഞാനും. അപ്പം ഇതുപോലെ ഒരു ദിവസം ഇങ്ങനെ നല്ല ഭക്ഷണം, നല്ല ടേസ്റ്റുള്ള നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്, A1 ഹോട്ടലാണെന്ന് പറഞ്ഞ് ഒരുപാട് സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന ഹോട്ടലാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ദിവസം അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വിജയ് ചേട്ടനെ കാണുന്നത്. അവിടുന്ന് ഹോട്ടലിലെ തിരക്കുകൾക്കിടയിൽ ബില്ല് ഒക്കെ ആ തിരക്കിലുള്ള ഒരാളായിട്ടാണ് ഞാൻ വിജയ് ചേട്ടനെ ഫസ്റ്റ് കാണുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വളരെ നല്ല പെരുമാറ്റം. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നത് ആ ഹോട്ടലിലെ രുചിയേക്കാൾ കൂടുതൽ അവർ സെർവ് ചെയ്യുന്ന രീതി, നമ്മളോട് പെരുമാറുന്ന രീതിയായിരിക്കും എൻ്റെ മനസ്സിൽ എന്നും നല്ല ഓർമ്മയെ സൂക്ഷിക്കാറ്. അപ്പം എനിക്ക് അന്നേരം തന്നെ ഈ ഒരു പെരുമാറ്റ രീതിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്പറൊക്കെ വാങ്ങിച്ചു, നാട്ടുകാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരു ദിവസം ആ വിജയ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം, അല്ലെങ്കിൽ ആ A1 സിനി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ നായകനായി എനിക്ക് എത്താൻ പറ്റി. അത് ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം വെച്ചാൽ അന്ന് ഞാൻ കണ്ട വിജയ് ചേട്ടൻ എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടലിൽ ഫുഡ് ചെയ്യുമ്പം അതൊക്കെ റെഡി എന്നിട്ട് ഓടിക്കളിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഞാൻ പിന്നെ കാണുന്നത് ഈ നമ്മുടെ സിനിമയുടെ ഈ ഒരു ഡയറക്ടറായിട്ടും അല്ലെ ആ ഒരു പ്രൊഡക്ഷൻ അല്ലെ പ്രൊഡ്യൂസർ എന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വിജയ് ചേട്ടൻ്റെ ലൈഫിൽ അല്ലെ ഇതിൻ്റെ ഡയറക്ടർ 2 പേരുണ്ട്, ഡയറക്ടർ ഒന്ന് ഋഷി സുരേഷ്. ഇവരൊക്കെ ജീവിതത്തിൽ നമ്മൾ പലരെയും തള്ളി പറയാറുണ്ട് പലപ്പോഴും രൂപം കൊണ്ട്. ഇപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു രൂപം കൊണ്ടോ ഒരാളുടെ പ്രവൃത്തി കൊണ്ടൊന്നും ഒരാരും നമ്മൾ താഴ്ത്തി കാണരുത് അല്ലെങ്കിൽ വില കുറച്ച് കാണരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം നാളെ ആരൊക്കെ എന്താവുന്ന ഒരു പിടിയുമില്ല. അപ്പോൾ അത് ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സത്യം പറ, സത്യം ഒരു വലിയൊരു മോട്ടിവേഷൻ അല്ലേ? ഒരു ഹോട്ടലിൽ നിന്ന് ഒരു സിനിമാ മേഖലയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യമല്ല. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഇവരുടെ ഏട്ടന്മാരുണ്ട് അവിടെ ഇരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ്, ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾ വന്ന് നിൽക്കണം. കാരണം എൻ്റെ സ്വന്തം ചേട്ടന്മാരെന്ന രീതിയിൽ, കാരണം നിങ്ങളും കൂടെ ഇവിടെ നിൽക്കേണ്ടതാണ്. ഒറ്റ സെക്കൻഡിലേക്ക് ഒന്ന് വന്നിട്ട് പോവാം. അപ്പോൾ മറ്റൊരു കാര്യം, ഈ ഒരു സിനിമ ഒരു വടക്കൻ പ്രണയപർവം എന്ന ഈ സിനിമ എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു ക്യാമ്പസ് മൂവിയാണ്. അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർക്കാരായതുകൊണ്ട് മാത്രമല്ല, സിനിമയുടെ ആ ദിവസം മുതൽ ഈ ദിവസം വരെ സ്വന്തം ചേട്ടന്മാരെ പോലെ ആ സിനിമയെ നമ്മളെല്ലാവരും വർക്ക് ചെയ്തിരുന്ന എല്ലാവർക്കും സ്വന്തം ചേട്ടന്മാരെ. ഇപ്പം വിജയ് ചേട്ടനൊക്കെ നമ്മളുമായിട്ടുള്ള ബന്ധം ആയി വന്നതെന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നമ്മളെ പരിചയമായി വരുമ്പോൾ നമുക്ക് സ്വന്തമായി തോന്നുന്നൊരു നിമിഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചിട്ട് നിങ്ങളൊക്കെ വിളിച്ചത്. പ്രത്യേകിച്ചിട്ട് ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. കാരണം കൊച്ചു കുട്ടീനെയും കൊണ്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു ക്യാമ്പസ്, ഒരു കാലത്ത് നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ച പല കോമഡികളും ചിരിക്കാനും ചിന്തിപ്പിക്കാനൊക്കെയുള്ള എല്ലാ കണ്ടന്റുള്ള നല്ലൊരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് സിനിമാ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് നമുക്കറിയാലോ, ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു സിനിമയിലും ആരും ഒരു ചാൻസും കൊടുക്കില്ല, അതാണ് സത്യം. അപ്പം ഞാൻ അവിടെ എത്തുന്നതും ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതും ആ ഭക്ഷണത്തിൻ്റെ എനിക്ക് ഭക്ഷണം തന്ന ഹോട്ടലിലെ ആ ഓണർ എനിക്കൊരു സിനിമയിലേക്ക് അവസരം തരിക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പം ഈ സിനിമ ചെയ്തപ്പോൾ ഞാൻ വിജയ് ചേട്ടനോട് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ മുന്നേ വർക്ക് ചെയ്തത് വടക്കുനാഥൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ ഷാജുൻ കരിയൽ സാറിൻ്റെ പടത്തിലായിരുന്നു. വിജയ് ചേട്ടൻ എന്ന ഞാൻ ആദ്യം ഓപ്പണായി പറയും, ഞാൻ ഒരിക്കലും ഇത്രയും ബ്രില്യൻ്റായി ചിന്തിക്കുന്ന 2 ഡയറക്ടേഴ്സിനെ ഞാൻ മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിരിക്കുകയാണ്. ഇപ്പം ഋഷി സുരേഷ് ആയിക്കോട്ടെ, വിജയ് ചേട്ടനെ കൊണ്ട് നമുക്ക് ഡയറക്ഷൻ ടൈമിൽ നമുക്ക് തരുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകും, പഠിപ്പിച്ചു തരികയാണ് പല കാര്യങ്ങളും. അപ്പോൾ ഇത്രയും നോളജുള്ളൊരു വ്യക്തിയെ മറഞ്ഞു നിൽക്കുകയായിരുന്നു ഇത്രയും കാലം എന്ന് മനസ്സിലാക്കി തന്ന ഒരു വലിയൊരു സിനിമയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൽ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം വിനീത് വിശ്വ ആയിക്കോട്ടെ, ഇതാ ജെയിംസ് ആയിക്കോട്ടെ, എല്ലാവരും ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്ത ആളാണ്. ഞാനിപ്പം ഒരു 6 സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു എക്സ്പീരിയൻസ് ആയ സിനിമയാണ്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ആ സിനിമ തിയേറ്ററിൽ പോയി കാണണം. നമ്മൾ ഇത് വിജയ് ചേട്ടൻ്റെയോ അല്ലെ A1 പ്രൊഡക്ഷൻ്റെയോ ഒന്നുമല്ല വിജയം, നിങ്ങളുടെ എല്ലാവരുടെയും വിജയമാണ്. തീർച്ചയായിട്ടും ഞാൻ കാണുന്നത് നിങ്ങളിൽ നിന്ന് സിനിമാ മേഖലയിലേക്ക് പോകാൻ പറ്റും. അല്ലാതെ പലർക്കും തരം താഴ്ത്തിയവർക്കൊക്കെ പറയാൻ നമ്മളുടെ കൂട്ടത്തിലും ആൾക്കാരുണ്ട് ഇതുപോലെ എന്ന് പറയാനുള്ളൊരു നല്ലൊരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം നമ്മുടെ സിനിമയ്ക്ക്. താങ്ക് യു.
അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലയാള സിനിമയിൽ ഇന്ന് നിറ സാന്നിധ്യമായിരിക്കുന്ന നിങ്ങൾക്കെല്ലാം വളരെയധികം സുപരിചിതനായ സൂപ്പർ ശരണ്യ എന്ന സിനിമയിൽ അരുൺ മാഷ് എന്ന ഒരു കോഴി മാഷിൻ്റെ വേഷത്തിലൂടെ മലയാളികൾക്കെല്ലാം സുപരിചിതനായ ശ്രീ വിനീത് വിശ്വം. ഇദ്ദേഹത്തെ അറിയില്ലേ? നമസ്കാരം. ഞാൻ ഒരിക്കൽ കയറി സംസാരിച്ചതാണ്. ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഈ പറഞ്ഞ പോലെ നമ്മുടെ പടം അടുത്ത് തന്നെ തിയേറ്ററിൽ റിലീസാകാൻ പോവുകയാണ്. A1 പ്രൊഡക്ഷൻസിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഈ സംരംഭം ഇനിയും ഒരുപാട് സിനിമകൾ നിർമ്മിക്കട്ടെ എന്നും അതിലൊക്കെ ഭാഗമാവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും സമയം കിട്ടുന്നതനുസരിച്ച് തിയേറ്ററിൽ പോകണം, ഈ സിനിമ കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. താങ്ക് യു. ഇനി ഈ സിനിമയിൽ 2 ഡയറക്ടേഴ്സാണുള്ളത്. അതിൽ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്, ശ്രീ ഋഷി സുരേഷ്. ഇദ്ദേഹം നിങ്ങളുടെ ഈ തൃശ്ശൂർക്കാരുടെ സ്വന്തം തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹത്തെ ഈ സിനിമയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. തൃശ്ശൂർക്കാരുണ്ടോ ഇവിടെ? ഇല്ല, ഉണ്ട്. താങ്ക് യു. സംസ്ഥാന സമ്മേളനം കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതും ജന്മനാട്ടിൽ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാര്യം നമ്മളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, രാത്രിയും പകലൊക്കെ ആയിട്ട്. അപ്പോൾ അറിയാലോ, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഹോട്ടൽ തന്നെ ആശ്രയിക്കണം. ഇപ്പോൾ 24 hours ഹോട്ടൽ നടത്തുന്നതുകൊണ്ടൊക്കെ നമുക്ക് ഏത് പാതിരയ്ക്ക് എവിടെ പോയാലും ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ സൂരജ് പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരു ഭക്ഷണപ്രിയനാണ്. അപ്പോൾ ഹോട്ടൽ അസോസിയേഷൻ ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റിയ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. നമ്മൾ ഏപ്രിലാണ് പടത്തിൻ്റെ റിലീസ്. ഒരു വടക്കൻ പ്രണയപർവ്വം എന്നാണ് പടത്തിൻ്റെ പേര്. ഇവരെ പോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പടത്തിലുണ്ട്. എല്ലാവർക്കും ഫാമിലിയോടെ പോയിട്ട് കാണാൻ പറ്റിയൊരു ചിത്രമായിരിക്കും ഇത്. അപ്പം മറക്കണ്ട, പടത്തിൻ്റെ പേര് ഒരു വടക്കൻ പ്രണയപർവ്വം. എല്ലാവരും സിനിമ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു. ഇനി നിങ്ങളോടൊരു ചോദ്യമാണ്. നമ്മുടെ സിനിമയുടെ പേര് ഒരു വടക്കൻ പ്രണയപർവം എന്നാണ്. ഇതിൽ പർവം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവരുക്കോ? ഭീഷ്മപർവം എന്ന സിനിമ കേട്ടിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ. ഇത് പ്രണയപർവം. അതിൽ പർവം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവർത്തിയാൽ അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. പിറവി അല്ല. അടുത്ത ആള് ഏത്? പർവം. ആരുമില്ലേ? പറയാം. ഏത്? ആരാ പറഞ്ഞത്? കൈയോർത്തു. എന്താ പറഞ്ഞേ? അധ്യായം. യെസ്, ചാപ്റ്റർ. അദ്ദേഹം ഒന്നിങ്ങോട്ട് വരൂ. ആ പറഞ്ഞാള് ആരാ അധ്യായം എന്ന് പറഞ്ഞത്? അപ്പോൾ പ്രണയപർവം എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ അധ്യായം എന്നാണ്. വ്യത്യസ്ത തരത്തിലും തലത്തിലുമുള്ള പ്രണയങ്ങളുടെ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ പിറകിൽ പ്രണയമാകുന്ന ഒരു പ്രേരണയുണ്ട് ഏത് പ്രവർത്തനത്തിനും എന്ന് വെളിവാക്കുന്ന ഒരു സിനിമയാണ് വടക്കൻ പ്രണയപർവം. അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് അവസാനം നമ്മൾ പറയുന്നതായിരിക്കും. ഇനി ഈ സിനിമയിൽ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ദ ക്യൂൻ എന്ന മലയാള സിനിമയിലൂടെ, സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ മലയാളത്തിലേക്ക് രംഗപ്രവേശം ചെയ്ത ഒരു നടനുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മിസ്റ്റർ ജൻസൺ ആലപ്പാട്ട്. അദ്ദേഹം നമ്മുടെ സിനിമയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ തൃശ്ശൂരുകാരനാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മുണ്ടൂർ എന്ന് പറയും, അവിടെയാണ് എൻ്റെ സ്വദേശം. മുണ്ടൂരിൽ അവണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്നെ സംബന്ധിച്ച് ഈ ലുലു എന്ന് പറഞ്ഞത് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇനോഗ്രേഷൻ യൂസഫ് അലി സാറിൻ്റെ മോളുടെ വിവാഹത്തിനോടനുബന്ധിച്ചാണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ +2 ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ കാറ്ററിംഗ് വർക്കിന് പോയിരുന്നതാണ്, സൈഡ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് അന്ന് വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വലിയൊരു ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലായിരുന്നു എനിക്ക് വർക്ക്.
ആ സമയത്ത് എനിക്ക് ഇങ്ങോട്ട് കയറാൻ, അതായത് പുതിയൊരു സാധനം തുടങ്ങിയത് നമുക്ക് കാണാൻ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് പുറത്തായി വർക്കായതുകൊണ്ട് നമുക്കന്ന് പറ്റിയിട്ടില്ല. അതിനുശേഷം ഒരുപാട് വർക്കുകൾ ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഒക്കെ നിന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഇതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ സ്റ്റേജിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴുള്ളൊരു സുഖമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഓരോ ദിവസത്തിലും ദൈവം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കാന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നല്ലത് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് തിരിച്ച് നല്ലത് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇങ്ങനത്തെ ഹോട്ടലുകാരുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി അതിനായിട്ടുള്ള വേറൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞ ആൾക്കാർ, സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ കുറേ സ്ഥലത്തേക്ക് ഷൂട്ടിങ്ങിനായിട്ട് പോവും. പല പടങ്ങളുടെ ഭാഗമായിട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെന്ന് അന്വേഷിക്കുക, നമ്മളൊരു ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ട് ഗ്യാപ്പ് നോക്കി ഫുഡ് അടിക്കാൻ പോകുന്നൊരു പരിപാടി എല്ലാ സിനിമാക്കാർക്കും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇപ്പം നമ്മളറിയുന്ന സിനിമാക്കാർ, എന്നെ അറിയുന്ന സിനിമാക്കാർ ഇവിടെ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇവിടെ കിട്ടുക എന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. നമ്മൾ പല ഹോട്ടലുകളും നമ്മൾ പറയാറുണ്ട്, ഇവിടെ ഇന്നത് കിട്ടും, ഇവിടെ ഇതാണ് അടിപൊളി, ഇവിടെ ഇതാണ് അടിപൊളി. അപ്പോൾ അതും എന്നെ സംബന്ധിച്ച് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഞാനും നല്ലൊരു ഫുഡ് അടിക്കുന്ന ഒരാളാണ്. എവിടെ ഹോട്ടലിൽ തുടങ്ങിയാലും അവിടെ കയറുന്നൊരു പരിപാടി എനിക്കുണ്ട്. അത് കൂടാണ്ട് അതിനായിട്ടുള്ള അടുത്തൊരു സന്തോഷം എന്ന് പറഞ്ഞത്, എൻ്റെ ബ്രദറ് അവനൊരു ഷെഫാണ്. അവൻ പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അപ്പൻ നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഫുഡ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയുക, ഒരു രക്ഷയില്ലാത്തൊരു അനുഭവമാണ്. അങ്ങനെ ഫുഡ് അടിച്ച് ഞാൻ ഒരു ഫുട്ബോൾ സ്റ്റേറ്റ് കളിച്ചിട്ടുള്ളൊരു പ്ലെയറായിരുന്നു. അവിടുന്ന് ഫുഡ് അടിച്ച് തടി കൂടി. ഇപ്പോൾ ഡയറ്റിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. തടി കുറച്ചിട്ട് ഒരു വർക്കിന് ഭാഗമായിട്ട് തടി കുറച്ചേക്കാണ്. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമ്മളെ ഓരോ സെക്കൻഡിലും എവിടെയാണ് കൊണ്ടെത്തിക്കാൻ നമുക്കറിയില്ല. അങ്ങനെ കൊണ്ടെത്തിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അവരാരും ഇങ്ങനെ ഒരു പടത്തിൻ്റെ ഡയറക്ഷൻ്റെ പോസ്റ്റിലേക്ക് എത്തുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിന് ഒരുപാട് ശക്തി ഉണ്ടെങ്കിൽ, നമ്മൾ അധികം നല്ല രീതിയിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമുക്ക് വേണ്ടി ഈ എന്താ പറയുക, ദൈവം പ്രപഞ്ചമെല്ലാം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്ന വലിയ ഉദാഹരണമാണ് ജിഷേട്ടൻ. അതുപോലെ തന്നെ ഋഷി, എൻ്റെ ഉറ്റ സുഹൃത്താണ്. ഋഷിയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആദ്യം തന്നെ എൻ്റെ അടുത്ത് കഥ പറയുന്നതും. ഞാൻ പറഞ്ഞു, പറഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. അതിന് വേറൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ഫസ്റ്റ് പടം ഇറങ്ങിയിട്ട് 32ഓളം പടങ്ങൾ ഞാൻ ചെയ്തു. അതിലൊന്നും എനിക്ക് ഒരു പ്രണയിനി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവൻ ആദ്യം എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്കൊരു പ്രണയിനി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, വേറെ നീ ഒന്നും പറയണ്ട, ആദ്യമായിട്ട് കിട്ടിയൊരു പ്രണയമാണ്, ഇനി ഞാൻ വേറെ ഒന്നും പറയാതെ ഞാൻ ചെയ്തിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ പടം വലിയ ഒരു ചെറിയ പടം തന്നെ പറയാം. ഒരുപാട് എഫർട്ട് എടുത്തിട്ട് ഒരുപാട് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ളൊരു പടമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. നിങ്ങൾ ഇതേ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മൾ കേരളത്തിൻ്റെ അങ്ങേ തൊട്ട് ഇങ്ങേ തൊട്ടം വരെ നമ്മൾ ഷൂട്ടിങ്ങിനായിട്ട് പോണതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ ഹോട്ടലിലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങൾ പലരുടെയും ഹോട്ടലിൽ വന്ന് കയറിയിട്ടുണ്ടായിരിക്കും, ഒരുപാട് ഫുഡ് ആസ്വദിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഈ വേദിയിൽ ഈ ഹോട്ടൽ അസോസിയേഷനിലുള്ള എല്ലാവരോടും ഞാൻ വലിയൊരു താങ്ക് യു പറയാണ്. വലിയൊരു താങ്ക് യു. കാരണം ഫുഡ് എന്ന് പറഞ്ഞത് മനുഷ്യന് വേറെ എന്ത് കൊടുത്താലും എത്ര കൊടുത്താലും ഇത് മതിയാവില്ല. പക്ഷെ ഫുഡ് മനസ്സറിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് മതി എന്ന് പറയും. അതാണ് ഫുഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഈ പടത്തിന് റിലീസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. കാരണം ഒരുപാട് പുതിയ ആൾക്കാരുടെ ഒരു സംരംഭം കൂടിയാണ്. ഇവിടുന്ന് ഇതിൻ്റെ വിജയത്തിനനുസരിച്ചിരിക്കും മുന്നോട്ട് ഓരോരുത്തരുടെയും. നിങ്ങൾ പലരും ആൾക്കാരും ഇതേമാതിരി പുതിയ പടങ്ങൾ എടുക്കാനും ഒക്കെ വരാൻ തയ്യാറാവണമെങ്കിൽ ഇതിൻ്റെ വിജയത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഇങ്ങനെ ഈ വേദിയിൽ നിൽക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. താങ്ക് യു. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്താണ് പേരെന്താണ്? എൻ്റെ പേര് ലത്തീഫ്. ഇത്രയും ഒരു കൂടിയ ജനാവലിയിൽ താങ്കളാണ് ഇതിൻ്റെ ഉത്തരം പറഞ്ഞത്.
അപ്പോൾ എന്താണ് ആ ഉത്തരം? ആ വാക്ക് അറിയാമായിരുന്നു ആദ്യം? അറിയാമായിരുന്നു. ഒന്ന് നിങ്ങൾ നമ്മുടെ സിനിമയെക്കുറിച്ചുള്ള ഒരു നിങ്ങളുടെ ഇംപ്രഷനും ജീവിതത്തിലെ ആദ്യത്തെ പ്രണയത്തെക്കുറിച്ചൊക്കെ ഒന്ന് 2 വാക്കിൽ പറഞ്ഞാൽ സന്തോഷം. ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ എറണാകുളത്ത് കളമശ്ശേരി യൂണിറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരു റെസ്റ്റോറൻ്റ് അടുത്താണ്. എനിക്ക് പ്രസംഗിച്ച് അങ്ങനെ ശീലമൊന്നുമില്ല, അറിയാമല്ലോ. സിനിമ നല്ല, ഈ സിനിമയിൽ എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നന്നായി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതത്തിൽ പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ട്. പ്രണയിക്കാത്തതായിട്ട് ആരും ഉണ്ടാവാൻ വഴിയില്ല. കറക്റ്റ്. എല്ലാ ജീവജാലങ്ങളുടെയും പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെയും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിസുന്ദരമായ വികാരമാണ്, ഫീലിങ്സാണ് പ്രണയം. ആ പ്രണയത്തെ മുൻനിർത്തിയ ഒരു പടമാണ് വരാൻ പോകുന്നത്. ഇനി ഞാൻ അടുത്ത വേദിയിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സിനിമയിലെ നായികയാണ്. നമ്മുടെ ആൻ്റണി എന്ന ജോജു ജോർജിൻ്റെ ആൻ്റണി എന്ന സിനിമയിലേക്ക് വന്ന് ഇപ്പോൾ 2-3 സിനിമകളിൽ സാന്നിധ്യമായി നിൽക്കുന്ന, ആദ്യമായി നായികയായി നമ്മുടെ സിനിമയിലൂടെ മലയാളത്തിലേക്ക് ചുവടുറപ്പിക്കാൻ ഒരുങ്ങുന്ന ശ്രീ അഞ്ജന പ്രകാശ്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ സിനിമയെക്കുറിച്ചും നമ്മുടെ ഷൂട്ടിംഗ് അനുഭവങ്ങളെക്കുറിച്ചും 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഞ്ജന പ്രകാശ്. ഞാൻ ആദ്യമായിട്ട് നായികയായിട്ട് ചെയ്യുന്ന സിനിമയാണിത്. ഇങ്ങനെ ഇത്രയും പേരുടെ മുന്നിൽ ഇങ്ങനൊരു ഫംഗ്ഷനിൽ വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ കോഴിക്കോട് നിന്നിട്ടാണ്. അപ്പോൾ കോഴിക്കോടിൻ്റെ ഫുഡിൻ്റെ കാര്യം പറയണ്ടല്ലോ ഞാൻ. അപ്പോൾ ഈ വെക്കേഷനിലാണ് ഞങ്ങളുടെ മൂവി റിലീസാവുന്നത്. അപ്പോൾ ക്യാമ്പസ് മൂവിയാണ്, പ്രണയമാണ്. പിന്നെ അതിൽ ഫാമിലിയൊക്കെ പോയി ഇരുന്ന് കാണാൻ പറ്റുന്നൊരു നല്ല സിനിമയാണ്. കോളേജിലൊക്കെ പഠിച്ചവർക്ക്, ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ പ്രണയമൊക്കെ. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചവരും ഉണ്ടാവും, ഇവിടെ പ്രേമിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫാമിലിയോടെ പോയി ഇരുന്ന് പഴയ കാലങ്ങളൊക്കെ അയവിറക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്തതായി നമ്മുടെ സിനിമയിലെ ഭാഗമായ ഒരു അതുല്യനായ ഒരു ആർട്ടിസ്റ്റിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കണ്ണൂറുകാരനായ ശ്രീ രജിലേഷ് കണ്ണൂർ. അദ്ദേഹം കണ്ണൂർക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. കണ്ണൂർ ഭാഷയെ വിവിധ പരിപാടികളിലൂടെ പ്രചരിപ്പിക്കുന്ന, നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലും ഏഷ്യാനെറ്റിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ രജിലേഷ് കണ്ണൂർ. അദ്ദേഹം നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം ചെറിയ ചില പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരു നമസ്കാരം പറയോ? ഉറക്കിയൊരു നമസ്കാരം തിരിച്ചു തരുമോ? ആഹാ, താങ്ക് യു. ഒരുപാട് സന്തോഷം. ഒരു വടക്കൻ പ്രണയ പർവം എൻ്റെ 30 എൻ്റെ ആദ്യ പടമാണ്. അപ്പോൾ ഈ ഒരു ആദ്യ പടമായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കാണണം ഈ സിനിമ. വിജയശേട്ടൻ എൻ്റെ തൊട്ട് അയൽ നാട്ടുകാരനാണ്, ചെമ്പിലോട്. ഞാൻ മുതുകുറ്റി. അപ്പോൾ എടാ ഇങ്ങനെയൊരു പടം ചെയ്യുന്നുണ്ട്, ഒരു വേഷം ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണെങ്കിൽ ഒരു ബമ്പർ അടിച്ച അവസ്ഥയിൽ നിൽക്കുമായിരുന്നു ആ ഒരു ചോദ്യത്തിൽ. അപ്പോൾ എന്ത് തന്നെയായാലും എന്നെയും ആ ഒരു നിമിഷം ഓർമ്മിച്ച് സിനിമയിൽ ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് നന്ദി വിജയശേട്ടനും അതുപോലെ തന്നെ ഋഷിയേട്ടനൊക്കെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ കണ്ണൂരുകാരുണ്ടോ? ഒന്ന് കൈപ്പൊക്കുവോ? കണ്ണൂരുള്ളവർ? ആഹാ, കുറച്ച് പേരുണ്ടല്ലേ. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ കണ്ണൂരിൻ്റെ പഴമൊഴി തനത് അല്ലേ, ഒരുപാട് വാക്കുകളുണ്ട്. മലയാള നിഘണ്ടുവിൽ പോലും ഇല്ലാത്ത ഒരുപാട് വാക്കുകൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിരുന്നത് കണ്ണൂർ ഭാഷാ ശൈലിയിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഋഷിയേട്ടൻ തൃശ്ശൂരാണ്. അപ്പോൾ ഋഷിയേട്ടനായിരുന്നു. ഞാനും വിജയശേട്ടനും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വിജയശേട്ടനും കൂടിയുള്ള കോംബോ സീൻ വരുമ്പോൾ ഋഷിയേട്ടനാണല്ലോ ഡയറക്ഷൻ ചെയ്യുക. അപ്പോൾ ഋഷിയേട്ടൻ്റെ ഒരു തൃശ്ശൂർ ശൈലിയില്ലേ, ഇവിടുത്തെ ഒരു ശൈലിയില്ലേ, എന്തുകൊണ്ട് നീ കാട്ടണേ, അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ശൈലി, തൃശ്ശൂരിൻ്റെ ഒരു ശൈലി അങ്ങനെയാണല്ലോ. അപ്പം ഞാനാണെങ്കിൽ ഇതൊന്നും തിരിയാണ്ട് മുകളിലോട്ട് നോക്കിയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഋഷിയേട്ടൻ എന്നോട് പറഞ്ഞു, ഋഷിലേഷൻ നീ എന്തുട്ടൊക്കെ കാട്ടണേ, അങ്ങനെയാണോ പറഞ്ഞേക്കണേ? അങ്ങനെ പറഞ്ഞു. ഞാൻ ഋഷിയേട്ടൻ, നിനക്ക് മനസ്സിലാവണല്ലേ പറയണേ, എന്തുട്ടാ നീ കാട്ടണേ?
ഞാൻ പറഞ്ഞു ഋഷിയേട്ടാ ഞാൻ പഠിച്ചതൊക്കെ അങ്ങ് UK-ലാണ്, എനിക്ക് കാര്യമായിട്ട് മനസ്സിലാവണില്ല നിങ്ങൾ പറയണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഋഷിയേട്ടൻ വിജയേഷേട്ടനോട് പോയിട്ട് ചോദിച്ചു, അല്ല ആ പയ്യൻ പഠിച്ചേക്കണത് UK-ലാണോ? അപ്പോൾ ഓൻ UK-ലെന്നല്ലപ്പാ. അപ്പോൾ എന്നോട് പറ്റി ഋഷിയേട്ടൻ ചോദിച്ചു, എടാ നീ അല്ലേ പറഞ്ഞ നീ UK-ലെ പഠിച്ചെന്ന്? അതെ, ഞാൻ പഠിച്ച ഉയ്യൻ്റെ അപ്പ കണ്ണൂരാന്നേ. അപ്പം നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു പ്രയോഗമാണ് ഉയ്യൻ്റെ അപ്പ എന്ന് പറയുന്നത്. ആ ഉയ്യൻ്റെ അപ്പയും കൂടി കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചത് UK-യാണ്, യുണൈറ്റഡ് കിങ്ഡം അല്ല, ഉയ്യൻ്റെ അപ്പ കണ്ണൂരാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്ത് തന്നെയായാലും മിമിക്രി ചെയ്യാൻ ഒരു ശ്രമം നടത്താല്ലേ? മിമിക്രി ഇഷ്ടമായിരിക്കുമല്ലോ എല്ലാവർക്കും അല്ലേ? ഇഷ്ടമല്ലേ? വലിയൊരു പെർഫെക്ഷൻ ഒന്നും വിചാരിക്കണ്ട, കാരണം കുറേ ആയി പ്രാക്ടീസ് ഒന്നും ഇല്ലാത്ത. എങ്കിലും 1-2 ശബ്ദം ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ മലയാള സിനിമയുടെ എന്താ പറയുക, മിമിക്രിക്കാരൊക്കെ പൊതുവെ പരിചയപ്പെടുന്നത് മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മ എന്നാണ്. അപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. കിട്ടിയാ പിടിച്ചോ, എല്ലേ വിട്ടേ. ഓക്കെ, എന്ത് തന്നെയായാലും കവിയൂർ പൊന്നമ്മയുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണേ. മാണിക്ക, നീയും കാർത്തുമ്പിയും ഇഷ്ടത്തിലാണെന്ന് ഈ അമ്മയ്ക്കറിയാം. നീ അവളെ മറക്കണം. അവളെക്കാൾ ഇഷ്ടമല്ലേ നിനക്ക് ഈ അമ്മയെ, നിന്റെ തമ്പ്രാൻ ചേട്ടനെ? ഇഷ്ടമായോ? ആ ഭാഗത്തു നിന്നെല്ലാം കയ്യടി വരുന്നുണ്ട്, ഈ ഭാഗത്തുനിന്ന് കുറവാ, ചെറിയൊരു കയ്യടി തരുവാ. ഓക്കെ, നമ്മുടെ വിനായകന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കാം. വിജയ, നീ ഇവിടെ വന്നത് കാശിനാണ്. എൻ്റെ കയ്യിലുള്ളതും കാശാണ്. എൻ്റെ കയ്യിൽ കാശില്ലണ്ടെന്നറിയില്ല. ഇവന്മാർക്കൊക്കെ ഒടുക്കത്തെ സ്നേഹാണ്. ഭാഗ്യത്തിന് എനിക്ക് സ്നേഹം കാശോടാ. ഇഷ്ടമായോ? ഇനി നമ്മുടെ ദുൽഖർ സൽമാന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കാം. അതും ഇതുപോലെ തന്നെയാണ്. ഹലോ ബദ്രോസിന്റെ ദീനം പിടിച്ച കൊച്ചി ഒരു ദിവസം അപ്പച്ചാ എനിക്ക് കടല് കാണുമെന്ന് പറഞ്ഞ ബദ്രോസ് എന്താ ചെയ്യാ? ഇത് ക്യൂൻമരക്ക് ചെറിയൊരു പനി, ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോഴാ മരുന്നില്ലാത്ത അസുഖ, എയ്ഡ്സാ. ഇഷ്ടായോ? ഇനി നമ്മുടെ ശശി കല്ലിങ്ക അറിയായിരിക്കുമല്ലോ. ഓ, എന്റെ പേര് രമണൻ. നിന്നോടു ഞാൻ ആ മഞ്ഞ കളറിൽ ചുവന്ന മുത്തു പിടിപ്പിച്ച പാർട്ടി പേരിട്ടിട്ട് വരാനല്ലേ പറഞ്ഞത്? ഇനി ഒന്നുകൂടി ചെയ്യാം അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒറ്റൊരു സാധനം കൂടി ചെയ്യാം. നമ്മുടെ പൃഥ്വിരാജിന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കുകയാണേ. എടോ നായരെ, ഞാൻ ഇവിടെ തന്നെ കാണും, ഈ അട്ടപ്പാടി തന്നെ. തന്റെ കൃമികടി മാറ്റിയിട്ട് ഇനി ഈ കോശി പോണുള്ളൂ. ഇനി അത് മാറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആളറിഞ്ഞ് കളിക്കടാ. ഇഷ്ടമായോ? ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവരും ഒരു വടക്കൻ പ്രണയ പർവം എന്ന നമ്മുടെ സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ സിനിമയിലെ മറ്റൊരു ഫീമെയിൽ ആർട്ടിസ്റ്റാണ്. അവർ ഇന്ത്യൻ അത്ലറ്റാണ്. അത് അത്ലറ്റിൻ്റെ സെക്രട്ടറിയാണ്. അതുപോലെ ബോക്സിംഗ് ജഡ്ജാണ്. മലയാളത്തിലെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയിലൂടെ മലയാളത്തിൽ രംഗപ്രവേശം ചെയ്ത് ഇപ്പോൾ ഒടുവിലിറങ്ങിയ വാഴ വരെ വ്യത്യസ്തമായ ശ്രദ്ധേയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരിക്കുന്ന ശ്രീ അനുപമ VP അവരെ നമ്മുടെ സിനിമയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കും. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവരും ഹാപ്പി അല്ലേ? ഒന്ന് ക്ലാപ്പ് ചെയ്തേ, എല്ലാവരും ക്ലാപ്പ് ചെയ്തേ. ആ സൈഡിൽ ആരും ക്ലാപ്പ് ചെയ്യുന്നില്ല. ഇപ്പം ഇവിടെ ഒരാൾ പറഞ്ഞു പോയേ ഉള്ളൂ, ആ സൈഡിൽ ആരും ക്ലാപ്പ് ചെയ്യുന്നില്ല. ക്ലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം എനർജി ഉണ്ടാവും എന്നറിയോ? മെമ്മറി എത്രത്തോളം ബൂസ്റ്റ് ചെയ്യുന്നറിയോ? അതിനാ നമ്മൾ ക്ലാപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത് എല്ലാവരുടെ അടുത്തും. ക്ലാപ്പ് ചെയ്യുന്ന ആ ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടന്മാർ കൈ കെട്ടിയിരിക്കുന്നു. യെസ്. അപ്പം എല്ലാവരും ക്ലാപ്പ് ചെയ്തു അല്ലേ? ക്ലാപ്പ് ചെയ്യിപ്പിച്ചില്ലേ അവരെ കൊണ്ട് നമ്മൾ? ഓക്കെ, എൻ്റെ പേര് അനുപമ. ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമയിലൂടെ എൻട്രി ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായിട്ടുള്ള വാഴ വരെ നിൽക്കുന്നു. ഇനിയിപ്പോൾ 2 മൂവി ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റിലീസ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിജയ് സാറിൻ്റെ, ഋഷി ഇവരെല്ലാം കൂടി ചെയ്ത മൂവി ഏതാന്ന് പറഞ്ഞേ?
ഒന്ന് പറഞ്ഞേ ആരേലും. ഒരു വടക്കൻ പ്രണയപർവം. യെസ്. അപ്പം ആ മൂവി നിങ്ങൾ എല്ലാവരും പോയിട്ട് കാണണം. ആ മൂവിയിൽ എനിക്ക് തന്നിരിക്കുന്ന ഒരു വേഷം നല്ല വേഷമാണ്. ഈ കാണുന്ന എന്നെ എക്സ്പെക്ട് ചെയ്ത് അതിൽ പോകരുത്, അതിൽ വേറൊരാളാണ് അല്ല വിജയ് സർ? ഈ കാണുന്ന ഞാനല്ല അതിലുണ്ടാവുക, ആ സ്ക്രീനിൽ കാണുന്നത് ആള് വേറൊരാളാണ്. അപ്പം എല്ലാവരും മൂവി പോയിട്ട് കാണണം. അറ്റ്ലീസ്റ്റ് എന്നെ സെർച്ച് ചെയ്യാനെങ്കിലും പോയിട്ട് ആ മൂവി കാണില്ലേ? ഷുവറായിട്ടും കാണും. യെസ്. അപ്പം എല്ലാവർക്കും ഇങ്ങനെ ഒരു വേദി ഞങ്ങൾക്ക് വേണ്ടി അവസരം ഒരുക്കിയതിന് എല്ലാവർക്കും വലിയൊരു നന്ദി പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ എല്ലാവരും എനർജറ്റിക് ആയിട്ടിരിക്കുക. എന്നെ ഈ മൂവിയിലേക്ക് വിളിച്ച വിജയ് സാറിനും ഋഷിക്കും പിന്നെ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ ഡെന്നി, ഒന്ന് കൈപൊക്കിയ ഡെന്നി, ആളെ കണ്ടോ എല്ലാവരും? യെസ്. ഡെന്നിക്കും വലിയൊരു താങ്ക്സ്. ഈ ക്രൂ മെമ്പേഴ്സിനും അവരുടെ കൂടെ എനിക്ക് ഈ മൂവി ചെയ്യാൻ സാധിച്ചതിൽ. നല്ല ക്രൂ ആണ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. നിങ്ങൾ ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ്. നമുക്കൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലല്ല നമ്മളെ അവർ മെയിൻറ്റെയിൻ ചെയ്തത്, നമ്മുടെ ഫാമിലിയിലെ ഒരാൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ അവർ മെയിൻറ്റെയിൻ ചെയ്തതും. എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമ്മളെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോയതും. നമുക്ക് ടെൻഷൻ ഇല്ലാതെ നമ്മുടെ കൂടെ നിന്ന് ആ ക്യാരക്ടർ എത്രത്തോളം നമ്മളെ കൊണ്ട് ബെറ്ററാക്കി ചെയ്യാൻ പറ്റുമോ അത്രയും അവർ ബെറ്ററാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും ഒരുപാട് എന്താ പറയുക മൂവി ചെയ്യാൻ വിജയ് സാറിനും ഋഷിക്കും അതേപോലെ നമ്മുടെ ഡെന്നിക്കും അവസരങ്ങൾ ഉണ്ടാവട്ടെ. ആ മൂവിയിലേക്കൊക്കെ നമ്മളെ വിളിക്കാനും അവർക്ക് മനസ്സൂടെ ഉണ്ടാവട്ടെ. വിളിക്കൂലേ? വിളിക്കുന്ന ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അപ്പോൾ അതിനും ഈശ്വരൻ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കട്ടെ. പിന്നെ ഇപ്പം ഇവർ നമ്മുടെ ഡയറക്ടർ അനൗൺസ് ചെയ്ത പോലെ ഞാനൊരു അത്ലറ്റ് ആയിരുന്നു. ഞാൻ സായിലായിരുന്നു, നാഷണൽ വിന്നറായിരുന്നു അത്ലറ്റിക്സ് 100 മീറ്റർ. ഇപ്പം അതിന് മുന്നേ ഒരാൾ ഇവിടെ പ്രസംഗിച്ചിട്ട് പോയി. നമ്മൾ എന്താ പറയുക, ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ എത്തിപ്പെടുക, അവിടെ ഒരു സക്സസ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും അല്ലേ? എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ലേ ഇവിടെ ഇരിക്കുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ? ഇല്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഉണ്ട്. എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഞാനും അതിലൊരാളാണ്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല. 4 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമയിലൂടെ വന്നതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായിട്ടുള്ള വാഴ നിൽക്കുന്നു. ഞാൻ പണ്ട് ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഫ്ലെക്സ് ഒക്കെ കാണും, ഹോർഡിങ്സ് ഒക്കെ കാണും. അതൊക്കെ കാണുമ്പോൾ നല്ല ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള ആളുകൾ ലേഡീസിൻ്റെ ഒക്കെ ഫ്ലെക്സ് കാണുമ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. നോക്കി ഇങ്ങനെ പോകും, നമ്മളെ ഫ്ലെക്സ് ഒക്കെ വരുമോ അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ആവുമോ എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയൊക്കെ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഫാമിലിയിൽ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ പറയുമ്പോൾ എന്താണല്ലേ അവരെയൊക്കെ എല്ലാവരും കാണും, ഇങ്ങനെ ഹോർഡിങ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമല്ലേ എന്നൊക്കെ പറയും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് മലപ്പുറം ഉള്ളൊരു ടെക്സ്റ്റൈൽസിൽ അവരെ മോഡലായിട്ട് എന്നെയായിരുന്നു വെച്ചിരുന്നത് സാരിയുടെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഉള്ളറിഞ്ഞിട്ട് നമ്മൾ ഒരു കളങ്കമില്ലാതെ എന്താഗ്രഹിക്കുന്നു അത് നമുക്ക് തീർച്ചയായിട്ടും നടക്കും അല്ലേ? അങ്ങനെയല്ലേ? നടക്കും. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ അത് 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ നടക്കും. അതുപോലെ തന്നെയാണ് ഞാൻ അഭിനയിക്കാൻ എത്തിയതും. ഓരോ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കുമ്പോഴും അയ്യോ അവരൊക്കെ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് പറ്റുമോ, പക്ഷേ നമ്മളത് ആ പറ്റുമോ എന്നല്ല, എന്നെ കൊണ്ട് പറ്റുമെന്ന് നമ്മൾ 100% വിശ്വസിച്ച് ഉറച്ചു നിൽക്കുവാണെങ്കിൽ നമുക്ക് പറ്റും. ഈശ്വരൻ അവിടെ കൊണ്ട് എത്തിക്കും നമ്മളെ. അങ്ങനെയല്ലേ? ആണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഈ സിനിമ റിലീസായാൽ എല്ലാവരും പോയിട്ട് കാണാം, ഫാമിലി ആയിട്ട് പോയി കാണണം. ഞങ്ങളെ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം. എന്തുണ്ടെങ്കിലും റിവ്യൂസ് എല്ലാം എല്ലാവരും അറിയിക്കണം. എന്തായാലും ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ റിവ്യൂസ് ഒക്കെ അതിലിടണം. അത് വായിച്ചും കേട്ടും അറിഞ്ഞും ഞങ്ങളും ഒന്ന് സന്തോഷിച്ചോട്ടെ. ഓക്കെ, താങ്ക് യു. ഇനി ഇവിടെ വന്നതിൽ അവസാനമായി പരിചയപ്പെടുത്താനുള്ളത് മറ്റൊരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെയാണ്, ദേവിക സുമേഷ്. അവർ നമ്മുടെ കണ്ണൂരിലെ മറ്റൊരു റെസ്റ്റോറൻ്റ് ഉടമയായ അദ്ദേഹം ഇവിടെയുണ്ട്. സുമേഷ് എന്ന അവരുടെ മകളാണ് ഈ സിനിമയിൽ വളരെ ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു കൈയടിയോടെ അവരെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദേവിക സുമേഷ്. ഒരു വടക്കൻ പ്രണയപർവം എന്ന പടത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാവാൻ എനിക്കും കഴിഞ്ഞു. അതിൻ്റെ ഒരു വലിയ സന്തോഷം അറിയിക്കുകയാണ്. ഇതുപോലെ ലൈക്ക് എൻ്റെ പപ്പ ഒരു ഹോട്ടൽ ഉടമയാണ്. സോ ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാനിങ്ങനെ ഒരു ഫംഗ്ഷനിൽ വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗമായി ഈ ഫംഗ്ഷനിൽ എത്താൻ കഴിഞ്ഞത് അതിൻ്റെ സന്തോഷം കൂടെ ഞാനിവിടെ അറിയിക്കുകയാണ്. താങ്ക് യു.
ഏതായാലും ഇവർക്കൊക്കെ പുറമെ നമ്മുടെ സിനിമയിൽ ശബരീഷ് വർമ്മ, നമ്മുടെ പ്രേമം എന്ന സിനിമ സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ മലയാളത്തിലേക്ക് വന്ന ശബരീഷ് വർമ്മ, അതുപോലെ നമ്മുടെ ഇപ്പോൾ നിറഞ്ഞ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജാതി ജാതകത്തിലെ കുഞ്ഞികൃഷ്ണൻ മാഷ്, രാജേഷ് പരവൂർ, ശ്രീകാന്ത് വെട്ടിയാർ, കാർത്തിക് ശങ്കർ എന്നീ യൂട്യൂബേഴ്സ്, ഇവരൊക്കെ നിറസാന്നിധ്യമായിട്ടുണ്ട്. എല്ലാവർക്കും പല തിരക്ക് കാരണം ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. എങ്കിലും ഈ ഒരു വേദി നമുക്ക് തന്ന ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാരവാഹികളെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഹൃദയത്തിൽ നന്ദി സൂക്ഷിച്ചുകൊണ്ട് ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ സാറെ 2 വാക്ക് സംസാരിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് അപ്പുറത്തിരിക്കുന്ന 4 പേരും നല്ല നടന്മാരാണ്. അവരെന്തിനാണ് പുറത്തുനിന്നൊരു നടനെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം പലപ്പോഴും വിദേശത്തൊക്കെ പോകുമ്പോൾ അവരുടെ അഭിനയം കണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഞാനൊരു തമാശ പറഞ്ഞു എന്നുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാർ സുമേഷിൻ്റെ മകൾ വരെയുണ്ട്. നമ്മുടെ ഹോട്ടലുമായിട്ട് അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കൾ നിർമ്മിക്കുന്നൊരു പടം വിജയിപ്പിക്കേണ്ട ചുമതലയും നമുക്കുണ്ട് എന്ന് നമുക്കൊരു വിശ്വാസം വേണം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഈ പടം വിജയിപ്പിക്കുമെന്നൊരു ഉറച്ച ധാരണയോടുകൂടി ഈ പടം റിലീസാവുന്ന ദിവസം തന്നെ നമുക്കറിയാം, നമ്മൾ 50,000-ലധികം അംഗങ്ങൾ തന്നെയുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളൊക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ 1 കോടി ആളുകൾ ഈ സിനിമ കാണാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഇതൊരു തുടക്കമാകട്ടെ. ഒരു സിനിമ വിജയിപ്പിക്കണമെങ്കിൽ കേരളത്തിലെ ഹോട്ടൽ ഉടമകൾ വിചാരിച്ചാൽ നടക്കുമെന്നുള്ള ഒരു ചരിത്രം നമുക്ക് തിരുത്തി കുറിക്കാം. എല്ലാവരും സഹകരിക്കണം. സിനിമ കണ്ടിട്ട് അതിൻ്റെ ടിക്കറ്റ് എല്ലാവരും വാട്സപ്പ് ചെയ്ത് നമ്മുടെ ഓഫീസിലേക്ക് കൊടുക്കും വേണം കേട്ടോ. കൈയടിച്ചാൽ മാത്രം പോരാ, നമ്മൾ ശ്രദ്ധിക്കും അത്. ഓക്കെ. എന്തായാലും ഈ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചവർക്കും മുൻനിരയിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ, നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പരിപൂർണമായ പിന്തുണയുണ്ടാകുമെന്ന് കൂടി അറിയിക്കുന്നു. ചെറിയൊരു അനുമോദനം ഇവർക്ക് കൊടുക്കാം. ഇവർ അപ്രതീക്ഷിതമായിട്ട് വന്നാണ്, നമ്മുടെ കയ്യിലൊന്നുമില്ല. ചെറിയൊരു മൊമെൻറ്റോ, കുഞ്ഞു മൊമെൻറ്റോ പ്ലീസ്. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി. ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി. ഈ സിനിമയ്ക്ക് 2 സംവിധായകരാണുള്ളത്. അതിലൊരാളെ ഞാൻ പരിചയപ്പെടുത്തി, ഒരാളെ പരിചയപ്പെടുത്തിയാണ്. അത് മറ്റാരുമല്ല, ഈ വേദിയിലെ പ്രധാനപ്പെട്ട ഈ സിനിമയിലെ ആളാണ്. അത് ഞാൻ തന്നെയാണ്. അതൊന്ന് എല്ലാവരും ഒന്ന് കൈയടിച്ച് തരിക. എനിക്ക് തന്നെ പരിചയപ്പെടാൻ പറ്റിയൊരവസരമാണ്. രണ്ടാമത്, ഈ സിനിമ ജയപാൽ സാർ പറഞ്ഞു നിങ്ങളെല്ലാവരും കാണുന്നത്. ഞാൻ ഓരോ ഉറപ്പ് തരാം. ഇതിൻ്റെ ഡയറക്ടറിൽ ഒരാളെന്ന നിലക്കും ഈ സിനിമയുടെ എഴുത്തുകാരൻ എന്നുള്ള നിലക്കും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയാൽ 100% നിങ്ങൾ ഈ സിനിമയെ കുറ്റം പറയില്ല, ഇഷ്ടപ്പെടും, മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യും. ആ ഉറപ്പ് ഞാൻ തരാം. ഇന്നാണ് ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടക്കം ഇന്ന് സിനിമ കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. മീൻസ് പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഇന്ന് വേണം. അതിൻ്റെ ഒരു ആവേശത്തിൽ പറയാണ്, 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ തരത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും ഈ സിനിമ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിക്കുള്ള സമ്മാനം, അത് മറ്റൊന്നുമല്ല, നമ്മുടെ സിനിമ റിലീസിംഗ് ദിവസം കാണാനുള്ള 20 ടിക്കറ്റ് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ ആദരവ് കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണ പൊതുവാൾ സാറിനെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് ആദ്യമായിട്ട് ഡയറക്ടറെ തന്നെ ക്ഷണിക്കുന്നു. സാറേ. എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. വിനീത്, മലയാളികൾക്കേറെ സുപരിചിതനായ സൂപ്പർ ശരണ്യ, തണ്ണീർമത്തൻ ദിനങ്ങൾ, ഇപ്പോൾ അവസാനമിറങ്ങിയ എന്ന് സ്വന്തം പുണ്യാളനടക്കം ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത വിനീത് വിശ്വം. ജൻസൺ ആലപ്പാട്ട്, മലയാളികൾക്കേറെ സുപരിചിതനായ നടൻ, അവസാനമിറങ്ങിയ കൊണ്ടൽ എന്ന ചിത്രത്തിലടക്കം വ്യത്യസ്ത വേഷങ്ങളിലൂടെ ഇന്നും മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരിക്കുന്ന ജൻസൺ ആലപ്പാട്ട്. സൂരജ് സൺ, പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത മലയാളികളുടെ പ്രിയ താരം സൂരജ് സൺ. അഞ്ജന പ്രകാശ്, അനുപമ വി പി, ദേവിക സുമേഷ്,
ഋഷി സുരേഷ്. ഈ സിനിമയുടെ 2 സംവിധായകരിൽ ഒരാളാണ് അദ്ദേഹം, നിങ്ങളുടെ സ്വന്തം നാട്ടുകാരൻ. ശ്രീ റിജിലേഷ് കണ്ണൂക്കാരൻ. ഓക്കെ, ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്സ് ഫോർ ഗിവിങ് us this valuable moments. Okay.